കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പൊങ്ങൻചുവട് ഉന്നതിയിലെ പുഷ്പാകരൻ വെള്ളക്കയ്യനാണ് മരിച്ചത്. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പൊങ്ങൻചുവട് ഉന്നതിയിലെ പുഷ്പാകരൻ വെള്ളക്കയ്യനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പാകരനെ ഉടൻ തന്നെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതിനിടെയാണ് പുഷ്പാകരനെ കാട്ടാന ആക്രമിച്ചതെന്ന് പൊങ്ങൻചുവട് ഉന്നതി മൂപ്പൻ ശേഖരൻ പറഞ്ഞു. കാട്ടില് മലഞ്ചിറക്കെടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്ത് അന്നേരം പുള്ളി കൊല്ലപ്പെട്ടതല്ല, അവിടെ വെച്ച് അന്നേരം ജീവനുണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി ഒരു വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്കും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിരുന്നു ആള്. അന്ന് മൊത്തം കീറി പൊളിച്ചൊരു ഇതൊക്കെ ആയിരുന്നു, പാടുകളും ഇതൊക്കെ ആയിരുന്നു അന്നേരം ആള്. പിന്നെ ഇവിടെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞപ്പോൾ ECG എടുക്കണമെന്ന് പറഞ്ഞു. ECG എടുത്ത് കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. പുഷ്പാകരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോതമംഗലം പോലീസും വനപാലകരും ആശുപത്രിയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.